ഞങ്ങളുടെ പ്രിയ സഹോദരൻ വി.എസ്. ജോയി തവനൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. 1.4% ക്രിസ്ത്യാനികൾ മാത്രമുള്ള തവനൂർ മണ്ഡലത്തിൽ നിന്നാണ് വി.എസ്. ജോയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് കാരണക്കാർ അവിടുത്തെ ലീഗിൻ്റെ പ്രവർത്തകർ അഥവാ മുസ്ലിം സഹോദരന്മാർ ആണ്. അവർക്ക് എൻ്റെ ഹൃദയംഗമായ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യമേ അർപ്പിക്കുകയാണ്. 2,80,776 വോട്ടർമാരാണ് തവനൂരിലുള്ളത്. അതിൽ 1,63,886 വോട്ട് ഇപ്രാവശ്യം പോൾ ചെയ്തു. വി.എസ്. ജോയിക്ക് 79,661 വോട്ടും എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ കെ.ടി. ജലീലിന് 65,014 വോട്ടുമാണ് കിട്ടിയത്. ഈ മണ്ഡലത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് വി.എസ്. ജോയി എന്ന നമ്മുടെ സഹോദരൻ ജയിച്ചതിൻ്റെ ആ തിളക്കം നമ്മൾ മനസ്സിലാക്കുന്നത്. 1.4% ക്രിസ്ത്യാനികൾ മാത്രമേ തവനൂരിലുള്ളൂ എന്നാണ് 2026 തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിസർച്ച് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. അങ്ങനെയെങ്കിൽ ഒരു 3000-ൽ താഴെയുള്ള അംഗങ്ങൾ മാത്രമേ ഈ 2 ലക്ഷം വോട്ടർമാരിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. ഒന്നുകൂടെ പറയാം, 2,08,776 വോട്ടർമാരിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളത്, അത് കാത്തലിക്കായാലും ജാക്കോബൈറ്റ്, CSC, മാർത്തോമായ, പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളിലൊക്കെ ആയിട്ടാണെങ്കിലും ആകെയുള്ള ക്രിസ്ത്യാനികളുടെ വിവിധ ഗ്രൂപ്പുകളിൽ പെട്ടവരുടെ എണ്ണം 1.4%, അതായത് ഒരു 3000 വോട്ടർമാർ മാത്രമേ അവിടെ ഉള്ളൂ എന്നതാണ് എൻ്റെ സത്യം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയിൽ ഒരാൾ പറഞ്ഞത് 2000 വോട്ട് മാത്രമേ അവിടെ ക്രിസ്ത്യാനികൾക്കുള്ളൂ എന്നൊക്കെയാണ്. അപ്പം എനിക്കത് അതിശയോക്തി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പരിശോധനയ്ക്ക് തയ്യാറായത്. അങ്ങനത്തെ ആ പരിശോധനയിലാണ് അവിടെ വോട്ടർമാർ ഇത്ര പേരേ ഉള്ളൂ എന്ന് മനസ്സിലായത്. വെറും 3000 വോട്ടർമാർ, 2 ലക്ഷത്തിലധികം വോട്ടർമാരുള്ളതിൽ വെറും 3000 വോട്ടർമാരാണ് ക്രിസ്ത്യാനികളായിട്ട് അവിടെ ഉള്ളത്. അവർക്ക് എങ്ങനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ജയിപ്പിക്കാൻ പറ്റും? സാധ്യമല്ല. അവിടെ വി.എസ്. ജോയിയുടെ പിന്നിൽ അണിനിരന്നത് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ്. വൻപിച്ച ഒരു ജനമുന്നേറ്റമാണ് വി.എസ്. ജോയിക്ക് വേണ്ടി അവർ കാഴ്ചവെച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ തവനൂറിൻ്റെ ചുറ്റുവട്ടത്തുള്ള മണ്ഡലങ്ങളിലായി 7 സഹോദരന്മാർ നമ്മൾ മത്സരിക്കുന്നുണ്ട്. 8ാമതൊരാൾ അത് വി.എസ്. ജോയിയാണ്. അദ്ദേഹത്തെ നമ്മൾ ജയിപ്പിക്കണം എന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞതായി തന്നെ, വി.എസ്. ജോയി പറഞ്ഞതായിട്ട് തന്നെ ഒരു 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 സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വിശാല വീക്ഷണത്തോടുകൂടെ മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണ് ഇവിടെ ഇസ്ലാം സ്വീകരിച്ചതും ഇസ്ലാം സഹോദരന്മാരും എടുത്തത് എന്ന് നമ്മൾ കണ്ടറിയണം. വി.എസ്. ജോയിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയുടെ വ്യക്തമായിട്ടല്ല വി.എസ്. ജോയിക്ക് അവിടെ സീറ്റ് കിട്ടിയത്. വി.എസ്. ജോയി ഒരു പെന്തക്കോസ്ത് സഭാംഗമാണ് എന്നതുള്ളതിൽ കവിഞ്ഞ് ആ സഭയുടെ റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലല്ല വി.എസ്. ജോയിക്ക് നിയമസഭയിൽ മത്സരിക്കാനായിട്ട് വി.ഡി. സതീശന് സീറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ ആ മുന്നണി സീറ്റ് കൊടുത്തത്. അദ്ദേഹം വി.എസ്. ജോയി രാഷ്ട്രീയ ബാലപാഠങ്ങൾ പഠിച്ച് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് മികവുകൾ തെളിയിച്ച് ജാതിക്കും മതത്തിനും അതീതമായൊരു ചിന്തയോടുകൂടെ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ആളാണ് വി.എസ്. ജോയി. അല്ലാതെ കണിച്ചിക്കുളക്കര ഇരുന്നു കൊണ്ടോ, പെരുന്നയിലിരുന്നു കൊണ്ടോ, പാലായിലിരുന്നു കൊണ്ടോ മത നേതാക്കന്മാർ എൻ്റെ ആളിന് സീറ്റ് കൊടുക്കണം, അദ്ദേഹത്തെ വളർത്തിയെടുക്കണം, മന്ത്രിയാക്കണമെന്ന് പറയുന്ന ഒരു രീതി പെന്തക്കോസ്ത് സഭയിലില്ല. അങ്ങനെ ചോദിക്കാൻ കരുത്തുള്ള നേതാക്കന്മാരും നമ്മുടെ ഇടയിലില്ല. ഈ സാഹചര്യത്തിലാണ് സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം പ്രാപ്തി കൊണ്ട്, സ്വയമായി ആർജിച്ചെടുത്ത ശക്തി കൊണ്ടാണ് വി.എസ്. ജോയി കോൺഗ്രസ് ഇനത്തെ പ്രമുഖനായ ഒരു നേതാവായി മാറുന്നത്. പോത്തുകല്ല് ദ പെന്തക്കോസ്റ്റ് മിഷൻ ചർച്ചിലെ അംഗമാണ് അദ്ദേഹം. വിവാഹം കഴിച്ചിരിക്കുന്നത് പോത്തുകല്ല് അസംബ്ലീസ് ഓഫ് ചർച്ചിലെ ഒരു പെൺകുട്ടിയാണ്, ഡോക്ടറാണവർ. അതുകൊണ്ട് അദ്ദേഹം TPM-ലും ആരാധനയ്ക്ക് പോകാറുണ്ട്, പോത്തുകല്ല് AG-യിലും ആരാധനയ്ക്ക് അദ്ദേഹം പോകാറുണ്ട്. അവിടെ ഉള്ള സമയത്തൊക്കെ കൃത്യമായി ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് വി.എസ്. ജോയി. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നന്നായി ശക്തിയോടെ വി.എസ്. ജോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഉണ്ടെങ്കിൽ ആരാധന
കൃത്യമായി പങ്കെടുക്കും. ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ആരാധനയ്ക്കിടെ ഏതാണ്ട് തീരാറാകുമ്പോൾ അദ്ദേഹം പോകാറുണ്ട് എന്നാണ് അവിടുത്തെ പാസ്റ്റർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു സാധാരണ കർഷക കുടുംബമാണ് VS ജോയിയുടേത്. LLB ബിരുദധാരിയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതുപോലെ അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു. കോൺഗ്രസിൽ തൻ്റെ പ്രവർത്തന മികവ് കണ്ടാണ് ഈ പദവികളെല്ലാം അദ്ദേഹത്തിന് കോൺഗ്രസ് വാങ്ങിയെടുത്തത്. അനധികൃതമായോ അവിവേകമായോ ആവശ്യമില്ലാതെയോ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഒരു പേരുദൂഷ്യം കേൾപ്പിക്കാത്ത ഒരാളാണ് VS ജോയി. വളരെ കൃത്യതയോടെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി പടിപടിയായിട്ട് കോൺഗ്രസിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് കോൺഗ്രസ് അദ്ദേഹം വളർത്തിയെടുത്തത്. സഭയ്ക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അദ്ദേഹം പെന്തിക്കോസ്തുകാരനായി, പെന്തിക്കോസ് വിശ്വാസിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ സഭ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ പങ്കാളിത്തം വഹിക്കുക അദ്ദേഹത്തിനും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ സമർത്ഥനായ ഒരു ചെറുപ്പക്കാരനാണ് VS ജോയി. ജലീൽ ഒട്ടും മോശമല്ല. ഡോക്ടർ ജലീൽ PhD കാരനാണ്. അദ്ദേഹം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്ക് രാജിവെക്കേണ്ടതായിട്ടുണ്ടായ സാഹചര്യം നമുക്കറിയാം. നല്ല പ്രാസംഗികനാണ്. ഡോക്ടർ ജമാൽ മുഹമ്മദിന്റെ കീഴിൽ, അതായത് കാലടി യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഒരു കോളേജ് പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്ന ഡോക്ടർ ജമാൽ മുഹമ്മദിന്റെ കീഴിലാണ് ജലീൽ PhD ചെയ്തത്. വളരെ പ്രഗത്ഭനായ ഒരു ഭരണകർത്താവും പിണറായിയുടെ വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യനുമാണ് ജലീൽ. ഈ ജലീലിനെയാണ് VS ജോയിക്കെതിരെ കൊണ്ട് നിർത്തിയത്. അതൊരു വലിയ പോരാട്ടമായിരുന്നു. ഒരിക്കലും VS ജോയി അവിടെ നിന്ന് എങ്ങനെ ജയിച്ചു വരും എന്ന് ഒരു ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. വളരെയധികം അതിനുവേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുകയും എപ്പോഴും അത് ഓർക്കുകയും പരസ്പരം പറയുകയും ചെയ്യും VS ജോയി എങ്ങനെ തവനൂരിൽ ജയിക്കുമെന്ന്. പക്ഷെ ദിവസങ്ങൾ അടുത്തടുത്ത് വരുംതോറും ജോയിയുടെ വിജയ പ്രതീക്ഷ ഞങ്ങളിൽ വർദ്ധിച്ച് വന്നു. എനിക്ക് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഓരോ ബൂത്തിലും എത്ര അധികം വോട്ടുകൾ VS ജോയിക്ക് വേണ്ടി വാങ്ങിയെടുക്കാൻ കഴിയുമോ ആ ബൂത്തിന്റെ പ്രവർത്തകർക്ക് സ്വർണ്ണ നാണയമോ ഒരു പവൻ സ്വർണമോ ഒക്കെ കൊടുക്കാമെന്ന് ഒരു ലീഗിന്റെ നേതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അപ്പോഴെനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മൾ പണ്ട് കാലത്ത് കേരളത്തിന്റെ സംസ്കാരം നമുക്കറിയാം. രാവിലെ 5 മണിയാവുമ്പോൾ സ്ട്രീറ്റിന്റെ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ ചുവട്ടിൽ വന്നിരുന്ന് ഗോപാലൻ ചേട്ടനും ജോസഫ് ചേട്ടനും മുഹമ്മദ് കുട്ടിയും കൂടെ ഇരുന്ന് ഒരുമിച്ച് ചായ കുടിച്ച് പത്രം വായിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ പണ്ട് കവലകളിൽ നമ്മൾ കണ്ടിരുന്നു. ജാതിയും മതവും ഇല്ലാതെ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെത്. മതമൈത്രിക്ക് കേരളം പോലെ പേര് കേട്ട ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ഇല്ല. അത്രമാത്രം ഏകോദര സഹോദരങ്ങളായി ജാതിയും മതവും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റാണ് ഈ കേരളം. അത് ഇടകാലം കൊണ്ട് ചില സമുദായ നേതാക്കന്മാർ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പറഞ്ഞ് ജാതിയും മതവും വിദ്വേഷവും പരത്തി നമ്മുടെ വിഘടന സ്വഭാവം നമ്മുടെ മനുഷ്യരിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക്. എന്നാൽ അതിനൊരു വിരാമം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ VS ജോയിയുടെ വിജയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുൻകൈ എടുത്തത് VD സതീശൻ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം അധികാരം കിട്ടിക്കഴിഞ്ഞും അസംദിഗ്ധമായി പറഞ്ഞു, ജാതിയും മതവും കൂട്ടിക്കലർത്തിയൊരു ഭരണമില്ല. ഒരു രാഷ്ട്രീയ മത നേതാവിൻ്റെയും മുറ്റത്ത് പോയി വണങ്ങാൻ ഞാനില്ല, അത് പോയിട്ടുമില്ല. പോകാത്തതിന്റെ പേരിൽ അദ്ദേഹം കേട്ട ചീത്തകൾക്കൊരു കണക്കും കഴിയില്ല. അജയ്യനായി രാഷ്ട്രീയവും മതവും വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ സ്റ്റഡിയായിട്ട് നെടുന്തൂണായി നട്ടലോടെ നിന്ന് വിജയിച്ചു വന്ന ആൾ തന്നെയാണ് സതീശൻ. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഇസ്ലാമിലേക്ക് ഒരു വിഭാഗം ആളുകൾ മാറി എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു തീവ്രമായ വിശ്വാസം പുലർത്തുന്ന ഒരു ഗ്രൂപ്പായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. വളരെ ചുരുക്കം ആളുകളൊക്കെ എല്ലാ മതത്തിലും ഉണ്ട്. തീവ്ര വിശ്വാസമുള്ളവരുണ്ട്, അത് എല്ലാ മതത്തിലും ഉണ്ട്. ഇസ്ലാമിനകത്തെ തീവ്ര സ്വഭാവത്തിന് കുറച്ചുകൂടെ പരുഷമായൊരു മുഖമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ മുസ്ലിംസ് താമസിച്ചിരുന്ന സ്ഥലത്ത് മുണ്ടൊക്കെ താമസിച്ചിട്ടുള്ളതാണ് വർഷങ്ങളോളം. ഇത്രയും സ്നേഹ ആദരവുകൾ തരുന്ന ഒരു കമ്മ്യൂണിറ്റി വേറൊരു സമൂഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാ പെരുന്നാളുകൾക്കും ആവശ്യത്തിന് ഭക്ഷണം വീട്ടിൽ കൊണ്ടുതരിക,
വളരെ നമ്മളെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക ഒക്കെ ചെയ്യുന്ന നല്ല ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ഉടമകൾ തന്നെയാണ് മുസ്ലിം സഹോദരങ്ങൾ. അതിനകത്ത് ചില തീവ്രവാദ സ്വഭാവം ഉള്ളവരുണ്ടായിരിക്കും. അത് എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും അത് ഉണ്ട്. അത് നമ്മളിവിടെ വിസ്മരിച്ച് കളയണം. BS ജോയിക്ക് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങി ഇസ്ലാം കമ്മ്യൂണിറ്റി മാത്രമുള്ള 60% ഇസ്ലാം വിശ്വാസികൾ മാത്രമുള്ള തവനൂരിൽ നിന്ന് ജോയിക്ക് വേണ്ടി വർക്ക് ചെയ്ത് പണം മുടക്കി അദ്ദേഹത്തിന് വേണ്ടി ഉറക്കളച്ച് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്തതിൽ അവിടുത്തെ ഇസ്ലാം സഹോദരന്മാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. BS ജോയിയുടെ സ്വഭാവം അത് തന്നെയാണ്. ചുമ്മാതല്ല, BS ജോയി എപ്പോഴും സദാ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. വളരെ വിനയാന്വിതനായി സംസാരിക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്കെല്ലാം അതീതനാണ് അദ്ദേഹം. ആവശ്യമില്ലാത്ത സംസാരങ്ങളും സംസാരിക്കാറില്ല. ആരെ കണ്ടാലും നമസ്കരിക്കും, വണങ്ങും, വളരെ നന്നായിട്ട് ചിരിക്കും, കെട്ടിപ്പിടിക്കും. വളരെ വിനയാന്വിതനായിട്ട് നല്ല ഒരു പൊളൈറ്റായിട്ടുള്ള ഇടപെടുന്ന ഒരു ക്യാരക്ടറിന്റെ ഉടമയാണ് BS ജോയി. ആർക്കും വിദ്വേഷം BS ജോയിയുടെ സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുകയില്ല. അത്രമാത്രം നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു സഹോദരനാണ് BS ജോയി. ആ BS ജോയിയെ ജയിപ്പിച്ചെടുക്കുന്നതിൽ ഇസ്ലാം സഹോദരന്മാർ കാണിച്ച ആ തീവ്രമായ വിശ്വാസം, അവരുടെ മനസ്സിനകത്ത് വിശാലമായ കാഴ്ചപ്പാട്, അതിവിടെ എടുത്തു പറയാതെ വയ്യ. ഒരു പക്ഷേ ഞാൻ പറയാം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് BS ജോയി മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നോ എന്ന് ഞാൻ ശങ്കിക്കുകയാണ്. തിരുവമ്പാടിയിൽ നിന്നും BS ജോയി തവനൂരിൽ മത്സരിക്കാൻ എത്തിയത് എത്ര നല്ല കാര്യമായി പോയി എന്ന് എനിക്ക് തോന്നുകയാണ്. ഒന്നടങ്കം മുസ്ലിം സഹോദരങ്ങൾ BS ജോയിക്ക് വേണ്ടി അണിനിരന്നു. BS ജോയിയെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിക്കൊടുക്കുന്ന ബൂത്തിലുള്ളവർക്ക് വിദേശ യാത്ര വരെ സൗജന്യമായിട്ട് ക്രമീകരിക്കുമെന്ന് ചില ഓഫറുകൾ പോലും അവിടുത്തെ ചില ധനാഢ്യരായ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ BS ജോയിക്ക് വേണ്ടി ഏതു വിധേനയും അവര് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ജലീലിനേക്കാൾ 19,000-ലധികം വോട്ടുകൾ വാങ്ങി അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് സാധിച്ചത്. 19,000 അല്ല, 14,647 വോട്ടാണ് അധികം കിട്ടിയത്. വലിയൊരു ഭൂരിപക്ഷം തന്നെയാണത്. എതിർ സ്ഥാനാർത്ഥി ആരെന്ന് ഓർക്കണം, ഡോക്ടർ ജലീലാണെന്ന് ഓർക്കണം. അത്ര മഹാരഥനായ ഒരു മനുഷ്യനെ കേവലം ഒരു 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തോൽപ്പിച്ചിരിക്കുന്നു. അതിന് കാരണക്കാർ മുസ്ലിമാണ്. അവരോടുള്ള വിധേയത്വവും സ്നേഹവും കടപ്പാടും ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും ക്രൈസ്തവ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് തവനൂരിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു സഹോദരൻ ആദ്യമായി ഒരു പെന്തക്കോസ്ത് സഭാ വിശ്വാസി നിയമസഭയിൽ എത്തി അവിടെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഒരു പക്ഷേ പ്രായമുള്ള ആളായിരുന്നുവെങ്കിൽ, പക്വതയുണ്ട്, പ്രായമുള്ള സീനിയർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ BS ജോയി മന്ത്രിയായി പോവുകയും ചെയ്യുമായിരുന്നു. അതിനുള്ള പ്രായം അദ്ദേഹത്തിനില്ല. ഇനി കാലങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. അതിനുള്ള അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്കിലും മുസ്ലിം സഹോദരന്മാരെ, തവനൂരിലെ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളുള്ളതുകൊണ്ടാണ് BS ജോയി ജയിച്ച് ഒരു പെന്തിക്കോസ്ത് സഹോദരൻ. ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നില്ല, കേരളത്തിലെ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം. എന്നാൽ ഞങ്ങളുടെ ഒരു സഹോദരൻ നിലയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കുന്നു. അതിന് കാരണക്കാർ അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ. നിങ്ങൾക്ക് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.